മറിമായത്തിലൂടെയായി ജീവിതം മാറിമറിഞ്ഞവരാണ് സ്നേഹയും ശ്രീകുമാറും. മണ്ടോദരിയും ലോലിതനുമായി സ്ക്രീനിൽ ജീവിക്കുകയായിരുന്നു ഇരുവരും. വർഷങ്ങളായുള്ള ബന്ധം പിന്നീട് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തുകയായിരുന്നു. വിവാഹശേഷവും ഇൻഡസ്ട്രിയിൽ സജീവമാണ് സ്നേഹ. മകനായ കേദാറും ഇടയ്ക്ക് സ്ക്രീനിൽ മുഖം കാണിച്ചിരുന്നു. എന്നെ ആൾക്കാരിലേക്ക് എത്തിച്ച ഷോ മറിമായമാണ്. എയിം ഫീൽ ചെയ്യുന്ന സമയത്തായിരുന്നു മറിമായത്തിലേക്ക് ക്ഷണം ലഭിക്കുന്നത്. 15 വർഷമായി ഇപ്പോൾ. തുടക്കം മുതലേയുള്ള ക്രൂവാണ് ഇപ്പോഴുള്ളത്. അത്രയും സിങ്കാണ് എല്ലാവരും. സ്റ്റോറി സീറ്റിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സ്നേഹയും ശ്രീകുമാറും വിശേഷങ്ങൾ പങ്കുവച്ചത്. ഇടയ്ക്ക് മറിമായത്തിൽ നിന്നും മാറേണ്ടി വന്നു. ചാനലോ ടീമോ ആയിരുന്നില്ല, വേറെ ചില കാരണങ്ങളായിരുന്നു. ഇപ്പോഴും മറിമായത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ആ ടീമുമായി ഇപ്പോഴും നല്ല കണക്ഷൻ ഉണ്ട്. ഇടയ്ക്ക് ഞങ്ങളെല്ലാം ഒത്തുകൂടാറുണ്ടെന്നായിരുന്നു ശ്രീകുമാറും പറഞ്ഞത്. പുറമേ കാണുന്നവർക്ക് കോമഡിയാണെങ്കിലും സീരിയസ് ആയാണ് ഞങ്ങളെല്ലാം ചെയ്യുന്നത്. ഒരു സ്ക്രിപ്റ്റ് എഴുതി തന്ന് അതുപോലെ മറിമായം ചെയ്യാൻ പറ്റില്ല. രാവിലെ സ്ക്രിപ്റ്റ് വായിച്ചാൽ അതിൽ ചർച്ചകൾ ഉണ്ടാവും. നമ്മൾ ഒരുപാട് നിയമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതേക്കുറിച്ചൊക്കെ ബന്ധപ്പെട്ടവരോട് അന്വേഷിച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല ഞങ്ങൾ. ഇത് ഡെയിലി ആക്കാനുള്ള സജഷൻസ് വന്നിരുന്നു. എന്നാൽ അങ്ങനെ വേണ്ടെന്ന് അങ്ങോട്ട് പറഞ്ഞത് ഞങ്ങളാണ്. ഓരോ ദിവസവും എക്സൈറ്റഡ് ആണ്. ഇന്ന് 18-കാരിയാണെങ്കിൽ നാളെ 90-കാരിയായിരിക്കും. ഈഗോ എന്നൊരു സാധനം അവിടെ കാണാൻ പറ്റില്ല. സ്വന്തം കഥാപാത്രം മാത്രമല്ല, മറ്റുള്ളവരുടെ ക്യാരക്ടറിനെ കുറിച്ചും പെർഫോമൻസിനെ കുറിച്ചുമെല്ലാം എല്ലാവരും സംസാരിക്കാറുണ്ട്. സജഷൻസ് പറയുമ്പോൾ അംഗീകരിക്കാനുള്ള മനസ്സ് എല്ലാവർക്കുമുണ്ട്. എന്റെ കൂടെയുള്ളവരെല്ലാം എന്നെ നന്നായി സഹായിക്കാറുണ്ട്. സാരി ബിസിനസ് ഉണ്ട് ഇപ്പോൾ. ലൊക്കേഷനിൽ നിന്നും മിക്കപ്പോഴും മേക്കപ്പ് മാറ്റാതെ വന്ന് സാരികളുടെ വീഡിയോ എടുക്കാറുണ്ട്. അമ്മൂമ്മ വേഷമാണെങ്കിൽ മേക്കപ്പ് മാറ്റിയാണ് വീട്ടിൽ വരുന്നത്. ശ്രീയാണ് വീഡിയോയും ലൈറ്റും ഒക്കെ ചെയ്യുന്നത്. ഛായാമുഖി എന്ന നാടകത്തിൽ മോഹൻലാലിനൊപ്പം അഭിനയിച്ചതിനെ കുറിച്ചും സ്നേഹ സംസാരിച്ചിരുന്നു. സുഹൃത്തുക്കളായിരുന്നു ആ നാടകത്തിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്തത്. സ്റ്റേജിൽ കയറുമ്പോൾ ഇപ്പോഴും ഉള്ളിലൊരു ആളലുണ്ട്. ആദ്യം ചെയ്യുന്നത് പോലെ തോന്നാറുണ്ട്. അത് നല്ലതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലാലേട്ടനൊപ്പം ചെയ്യുമ്പോൾ ശരിയാവുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. എന്നാൽ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് നന്നായി വരികയും ചെയ്തു. അന്നത്തെ അതേ സ്നേഹമായിരുന്നു വെളിപാടിന്റെ പുസ്തകത്തിൽ അഭിനയിക്കാൻ പോയപ്പോഴും കാണിച്ചത്. റിഹേഴ്സൽ ക്യാമ്പിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചിരുന്നു. ഏത് ക്യാരക്ടറും ചെയ്യാനുള്ളൊരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് വേണം. നമ്മളെ തിരഞ്ഞെടുക്കുന്നത് ഡയറക്ടേഴ്സ് ആയിരിക്കും. മറിമായത്തിൽ ചിരിച്ചുകൊണ്ടുള്ള കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിച്ചത്. എന്നാൽ വില്ലത്തരവും എനിക്ക് വഴങ്ങുമെന്ന് സംവിധായകന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മെമ്മറീസിലെ വില്ലനായത്. കരിയറിൽ വലിയൊരു ഭാഗ്യമാണ് ആ സിനിമ. ഇനിയും അത്തരം വ്യത്യസ്ത വേഷങ്ങൾ ഇനി വരുമെന്നാണ് പ്രതീക്ഷയെന്നായിരുന്നു ശ്രീകുമാർ പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല ശ്രീ. നമ്മളെ നമ്മളായിട്ട് തന്നെ ബൂസ്റ്റ് ചെയ്യണം. ലിംഗുസ്വാമിയുടെ സിനിമയിൽ അഭിനയിച്ചതൊക്കെ ഞാനാണെങ്കിൽ വലിയ ആഘോഷമാക്കിയേനെ. ശ്രീ അതൊന്നും ആഘോഷിച്ചിട്ടില്ലെന്നുമായിരുന്നു സ്നേഹ പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ ഇടണമെങ്കിൽ ഞാൻ നിർബന്ധിക്കണം. ഈ ഒരു കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് വിയോജിപ്പാണെന്നും സ്നേഹ വ്യക്തമാക്കി.